ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പുനരന്വേഷണം സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും രണ്ട് തട്ടിലാണ്. SIT അന്വേഷണത്തിൽ ന്യൂനതയെങ്കിൽ പുതിയ അന്വേഷണം ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. എന്നാൽ പുതിയ അന്വേഷണത്തിന്റെ കാര്യമില്ലെന്ന നിലപാടിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിനിടെ കേസിൽ SIT ചോദ്യം ചെയ്തയാളെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് കെ മുരളീധരൻ. എന്നാൽ നിയമനത്തിൽ വീഴ്ചയില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുനരന്വേഷണത്തിൽ വ്യത്യസ്ത നിലപാട് വ്യക്തമാക്കി ദേവസ്വം മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രംഗത്തെത്തിയത്. കുറ്റപത്രത്തിൽ ന്യൂനതയുണ്ടെങ്കിൽ പുതിയ അന്വേഷണമുണ്ടാകുമെന്നും പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവരുന്ന സത്യങ്ങൾക്കനുസരിച്ച് അന്വേഷണം ഉണ്ടാകുമെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അതെ, ഇനിയും കുറെ സത്യങ്ങൾ വരാനുണ്ട്. വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. എന്നാൽ പുതിയ അന്വേഷണത്തിന്റെ കാര്യമില്ലെന്നും പത്മകുമാറിന്റെ വെളിപ്പെടുത്തലും SIT അന്വേഷിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പത്മകുമാർ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ SIT അന്വേഷിക്കും. പുതിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. വിഷയത്തിൽ മന്ത്രിമാർ തമ്മിൽ ഭിന്ന അഭിപ്രായമില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും SIT അന്വേഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായം ആഭ്യന്തരമന്ത്രി തിരുത്തിയില്ല. അതിപ്പോ നടക്കുന്ന എന്താണ്? കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണമാണ്. കോടതിയാണ് ഈ SIT വെച്ചത്, നമ്മളെ ഗവൺമെന്റ് ആയിരുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആലോചിക്കാം. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് പൂർത്തിയായി. ശ്രീകോവിലിലെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും അഴിച്ചുള്ള പരിശോധനകളാണ് 2 ദിവസമായി നടന്നത്. SIT മുറിച്ചുമാറ്റിയ പാളികളുടെ അറ്റകുറ്റപ്പണിയിൽ നിയമോപദേശം തേടിയെന്നും ശ്രീകോവിലിൽ ദ്വാരങ്ങളുണ്ടാക്കിയുള്ള പരിശോധനയിൽ വേദനയുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ശ്യാം പ്രകാശിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതിൽ അതൃപ്തിയിലാണ് ദേവസ്വം മന്ത്രി. വിശദമായ പരിശോധനയില്ലാതെ ഉത്തരവിറക്കിയെന്നാണ് വിമർശനം. പുതിയ സ്ഥലംമാറ്റ ഉത്തരവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് മന്ത്രി കത്ത് നൽകി. ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, കാരണം ദേവസ്വം ബോർഡിന് സ്വതന്ത്ര അധികാരമാണ്. പക്ഷെ എങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോയി. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നിയമനത്തിൽ വീഴ്ചയില്ലെന്ന നിലപാടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വിജിലൻസ് ക്ലിയറൻസ് വാങ്ങിയ ശേഷമാണ് നിയമനമെന്നും മറ്റ് തടസ്സങ്ങളില്ലെന്നുമാണ് വിശദീകരണം. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തൃശൂർ.